ആർ യു ലേസി? എന്താണ് നിങ്ങളുടെ ലേസിനെസ്സിന് പിന്നിലുള്ള ആ റീസൺ? ഹായ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഓവർകം ലേസിനെസ് എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, നിങ്ങൾ ലേസി ആണോ എന്നുള്ളത്. ശരിക്കും എന്താണ് ലേസിനെസ്? നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നാത്തൊരു കാര്യമാണ് അല്ലേ ലേസി, മടി എന്ന് പറയുന്നൊരു കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന് നമ്മൾ ക്ലിനിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നാത്ത കുറച്ച് കണ്ടീഷൻസ് മടി അല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ തെറാപ്പിയൊക്കെ എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാനിപ്പം അധികം സംസാരിക്കുന്നില്ല. ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ലേസിനെസ് എന്ന് പറയുന്നത് നമ്മൾക്ക് സമയമുണ്ടായിട്ടും നമുക്ക് താല്പര്യം ഉണ്ടായിട്ടും എന്നിട്ടും നമ്മളിങ്ങനെ മടി കൊണ്ട് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങൾ, ആ മടിയെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. സോ ഇത് കേൾക്കുന്ന സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കുറച്ച് നേരം ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് കേട്ടു നോക്കൂ കേട്ടോ. ആൻഡ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് വൈ. നമുക്കൊരു കൃത്യമായ വൈ ഇല്ലാത്തതാണ് നമുക്ക് മടി വരാനുള്ള ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ബിക്കോസ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, നമുക്കറിയാം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. പക്ഷേ എന്തിന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള വ്യക്തമായ ഒരു ചിന്ത നമുക്കില്ലാത്തത് നമ്മുടെ ലേസിനെസ്സിലോട്ട് നമ്മളറിയാതെ നമ്മളെ ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്കറിയാം, ഞാൻ ഇന്ന് എനിക്ക് നല്ല മടിയുള്ള ദിവസമാണെന്ന് വിചാരിക്കുക, പക്ഷേ നാളെ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് വീഡിയോസ് ഒന്നും ഇല്ല. എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടല്ലേ. എനിക്ക് നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കാം, അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാണ്ടിരുന്നാൽ നിങ്ങൾ വന്നിട്ട് എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത അങ്ങനെയൊക്കെ ചോദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്കൊരു കൃത്യമായ വൈ ഉണ്ടല്ലേ. കൃത്യമായിട്ട് എൻ്റെ ചാനലിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എത്ര മടിയാണെങ്കിലും എത്ര മൂഡ് ഓഫ് ആണെങ്കിലും ഞാനത് ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. സോ ഇങ്ങനെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഞാനങ്ങനെ മടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഞാനത് ചെയ്തേ പറ്റൂ. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലൈഫിൽ ഒരു ആംബിഷൻ ഉണ്ട്, ഒരു ഗോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മടി ഒരു 55% മാറും. ബിക്കോസ് നമുക്കറിയാം നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഇപ്പം ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത്. ആൻഡ് ദ സെക്കൻഡ് തിങ്, മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക എന്ന് പറയുന്ന കാര്യമാണ്. നിങ്ങളെ ആരെങ്കിലും കുത്തിപ്പൊക്കി, നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മളിങ്ങനെ ഒരാളെ ഇങ്ങനെ താങ്ങി ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് മോട്ടിവേഷനേക്കാൾ ഉപരിയായിട്ട് കൃത്യമായിട്ട് അത് ചെയ്യണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങളെ ആരും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ബിക്കോസ് ഇന്നത്തെ ഒരു ലോകം അങ്ങനെയാണ്. നമ്മൾ മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അതിന് പകരം നമ്മൾ തന്നെ നമ്മുടെ ചിയർ ലീഡറായിട്ട് മാറിയിട്ട് നമ്മൾ ആ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് ദ തേർഡ് തിങ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ചാനലിൽ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 5 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ല മടിയാണ്, ഒരു രക്ഷ കിട്ടുന്നില്ല, ഫോണ് താഴത്തോട്ട് എടുത്ത് വെക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോണിൽ 5 മിനിറ്റ് നേരത്തേക്ക് ടൈമർ സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഓക്കെ എനിക്ക് നല്ല മടിയാണ്, പക്ഷേ 5 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുള്ളത്. ബേസിക്കലി ഈ മടി എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം, നമ്മളൊരു കാര്യം ചെയ്ത് തുടങ്ങിക്കൊണ്ടിരുന്നാൽ നമുക്ക് ആ മടി മാറും. അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള മടി. ഇപ്പം എൻ്റെയൊക്കെ കാര്യം പറയാം, ഞാൻ പഠിക്കുകയാണെങ്കിൽ ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് പഠിക്കും. പക്ഷേ ആ സ്റ്റഡി ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഒരു വെള്ളം എടുക്കാൻ പോയി കഴിഞ്ഞാൽ പോലും തിരിച്ച് ആ സ്റ്റഡി ടേബിളിലോട്ട് വന്ന് ഇരിക്കാനുള്ള ഒരു ദൂരം ഉണ്ടല്ലോ, അത് കുറച്ച് നല്ല ഒരു ദൂരമായിരിക്കും. ഇതുപോലെയാണ് ഒത്തിരി പേർക്ക്. ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ വൺസ് നമ്മൾ അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്താൽ തിരിച്ച് അതിനകത്തോട്ട് എത്തിക്കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെയുള്ളവർക്കാണ് നമ്മുടെ ഈ ഒരു 5 മിനിറ്റ് റൂള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഫോർത്ത് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ചെറിയ സ്റ്റെപ്പുകളായിട്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ നിങ്ങൾക്കിപ്പം നാളെ ഒരു 2 ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ എഴുതുന്നു കംപ്ലീറ്റ് 2 ചാപ്റ്റേഴ്സ്. അങ്ങനെ എഴുതുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം അതിനകത്ത് നിങ്ങൾക്കറിയാലോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്, അത് ഓരോന്നായിട്ട് എഴുതുക.
കാരണം ഇങ്ങനെ നമ്മൾ ടിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബ്രെയിനിന് ആ ഒരു ഡൊപ്പാമിൻ കിട്ടും. നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് അടുത്തത് ചെയ്യാനും ഒക്കെയുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നും. ഒരു മോട്ടിവേഷൻ പോലെ നമുക്ക് തന്നെ കിട്ടും. അതാണ് ഡൊപ്പാമിൻ നമ്മൾ ഹിറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ആ ഒരു കാര്യം ടിക്ക് ചെയ്യുമ്പോഴത്തേനും ബ്രെയിനിൻ്റെ വിചാരം നമ്മൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതേസമയം നിങ്ങൾ കംപ്ലീറ്റ് 2 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് നോക്കുക, 2 ചാപ്റ്റർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ, ഇത് എപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് പിന്നെ ഇരിക്കുന്നു, പിന്നെ ഒരു പാരഗ്രാഫ് വായിക്കുന്നു, 2 ചാപ്റ്റർ. ഇതിനേക്കാൾ നല്ലത് ആ ഒരു പാരഗ്രാഫ്, ആ ഒരു ഹെഡിങ് ടിക്ക്, നെക്സ്റ്റ് ടിക്ക്, ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാൻ പഠിക്കുന്ന ഒരു കാര്യത്തിലൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് കാര്യം ആയിക്കോട്ടെ. സോ അതിൽ നമ്മൾ തുണി അലക്കുന്ന ഒരു കാര്യം, നമ്മൾ ക്ലോത്ത് വാഷ് ചെയ്യാനുണ്ട് എന്നുള്ളത് എഴുതി. അതിന് പകരം നമ്മൾ വാഷിംഗ് മെഷീനിൽ അത്രയും മടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വാഷിംഗ് മെഷീനിൽ നമ്മുടെ ക്ലോത്ത്സ് കൊണ്ട് ഇടുന്നത് ഒരു ടാസ്ക്, അത് ഉണങ്ങി കഴിഞ്ഞ് എടുക്കുന്നത് അടുത്ത ടാസ്ക്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കലല്ലേ എന്ന്. തുണി അലക്കാനുണ്ട് എന്ന് വിചാരിച്ച് കട്ടിലിൽ നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്ത് കിടക്കുന്ന സമയം മതി നമുക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ബ്രേക്ക് ചെയ്യാം. ആൻഡ് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് 5th തിങ് ആയിട്ട്, അതായത് എന്നും ലൈഫിലത്തെ ഗോൾസിനെ കുറിച്ച് ചിന്തിക്കുക. അത് നിങ്ങളുടെ മടി കുറേയൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. പേഴ്സണലി ഞാൻ എൻ്റെ ചാനലിൽ പറയുന്ന ടിപ്പുകൾ മുഴുവനും ഞാൻ എൻ്റെ ലൈഫിൽ ഉപയോഗിച്ച് അതിന് റിസൾട്ട് ഉണ്ട് കണ്ടിട്ടാണ് സംസാരിക്കുന്നത്. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, പിന്നെയും കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, ഈ ഒരു കാര്യങ്ങളാണ്. അതിന് പകരം നമ്മളൊന്ന് ഇരുന്നിട്ട് എൻ്റെ ലൈഫിൽ ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് എഴുതുക. അങ്ങനെ എഴുതുമ്പോഴത്തേനും ഇപ്പം ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ, അതായത് എനിക്കൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഭയങ്കര മടി പിടിച്ച് ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത് ഞാനത് പബ്ലിഷ് ചെയ്യുമോ? ഇല്ല. അതിന് പകരം എത്ര മടിയാണെങ്കിലും ഒരു പേജ് എഴുതുന്നു, അറ്റ്ലീസ്റ്റ് ഒരു പാരഗ്രാഫ് എഴുതുന്നു. അപ്പം നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. അല്ലാതെ നമ്മൾ എത്രത്തോളം ലേസി ആകുന്നു അത്രത്തോളം നമ്മുടെ ഡ്രീംസിലോട്ട് നമ്മൾ ഒരിക്കലും എത്തത്തില്ല. നിങ്ങളെപ്പോഴും ആലോചിക്കുക, ലക്കിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹാർഡ് വർക്കാണ് നമുക്ക് ബെനിഫിറ്റ്സ് തരുന്നത് എന്നാണ്. ഓക്കെ, ലക്ക് ഒരു ഫാക്ടർ ആയിരിക്കാം, ബട്ട് നല്ല ലക്കുള്ള ആൾ ഒന്നും ചെയ്യാണ്ടിരുന്ന അയാൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. ഹാർഡ് വർക്കാണ്. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ റിസൾട്ട്സ് കിട്ടും. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലെ ആ ഒരു ലേസിനെസ്സിനെ മാറ്റുക എന്നുള്ളതാണ്. ആൻഡ് 6ാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് അഡിക്ഷൻ എന്താണെന്ന് നമുക്കറിയാം. 99% ആൾക്കാർക്ക് ഫോൺ, ലാപ്പ് ഇതൊക്കെ തന്നെയായിരിക്കും അഡിക്ഷനായിട്ടുണ്ടാവുക. ഇപ്പോൾ ടി വിയിൽ അഡിക്ഷൻ വരുന്ന കാലം അല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഈവൻ എൻ്റെ കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോഴത്തെ ഒരു കാര്യമാണ്, നമ്മുടെ ബ്രെയിനിന് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിനോട്ട്. ഇപ്പം പണ്ടൊക്കെ ഒരു കാര്യം ഒത്തിരി നേരം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പം നമുക്ക് മടിയാണ്. കാര്യം നമുക്ക് കോൺസെൻട്രേഷൻ കുറഞ്ഞ് വരിക. ഒരു നോട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്താൽ പിന്നെ എല്ലാ ആപ്പിലൂടെയും ഒന്ന് സഞ്ചരിച്ചിട്ടേ പിന്നെ നമ്മളാ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിലൂടെ നമ്മൾ വരുള്ളൂ. ഇൻസ്റ്റാഗ്രാം എടുക്കുന്നു, ഒരു 10 മിനിറ്റ് അത് സ്ക്രോൾ ചെയ്യുന്നു, വാട്സപ്പ് എടുക്കുന്നു, യൂട്യൂബ് എടുക്കുന്നു, അങ്ങനെ ഫുൾ കാര്യങ്ങൾ അതിനകത്തോട്ട് ഇങ്ങനെ പോവുക. അപ്പം അതൊക്കെ നമ്മൾ ലേസി ആവാനുള്ള ഒരു മെയിൻ ഫാക്ടറാണ്. നമ്മളിങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്, പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ത്വര ഇച്ചിരി കൂടുതലാണ്. അത് നമുക്ക് ഡോപ്പാമിൻ ഹിറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. സോ അതിന് പകരം നിങ്ങൾ ചെയ്തൊരു കാര്യത്തിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നമ്മളിങ്ങനെ ഒരു കാര്യം കാണുന്നു, നമ്മുടെ ടാബിലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ ഒരു കാര്യം കാണുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫോൺ എടുത്തുണ്ട് നമ്മളൊരു യൂട്യൂബിൽ ഒരു 1.5 മണിക്കൂറുള്ള ഒരു ട്രാവൽ വ്ളോഗ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. സോ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, നമ്മുടെ അടുത്ത് ഫോണുണ്ടേ, നോട്ടിഫിക്കേഷൻ വരുന്നു. നമുക്കൊരു നോട്ടിഫിക്കേഷൻ പോലും വരണ്ട, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു തമാശ. നോട്ടിഫിക്കേഷൻ വരണ്ട, ഒരു 3 മിനിറ്റ് ഫോൺ അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴത്തേനും കൈ ഒരു കാന്തം അട്രാക്റ്റ് ചെയ്യുന്ന പോലെ കൈ ഇങ്ങനെ അങ്ങോട്ട് പോവുക. അപ്പം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ലേസി ആയിക്കൊണ്ടിരിക്കുക, നമുക്കത് കണ്ട് തീർക്കാൻ പോലും പറ്റുന്നില്ല. അതിന് പോലും മടിയുള്ളൊരു കാലമാണ്. കൈ അങ്ങോട്ട് പോകുമ്പോഴത്തേനും കൈയിനെ പതുക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് അവിടെ ഇരിക്കി, കുറച്ച് നേരത്തൊന്ന് ഫോക്കസ് ചെയ്യൂ എന്ന് പറയുക. അറിഞ്ഞുകൊണ്ട് ചെയ്യുക. നമ്മൾ അറിയാണ്ടൊക്കെ ചെയ്യേണ്ട കാലം കഴിഞ്ഞു പോയി. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ തന്നെ കോൺസെൻട്രേഷനും മടിക്കും ഒക്കെ വേണ്ടി നമ്മൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. സോ പിന്നെയെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ലൈഫിലത്തെ ചെറിയ പ്രോഗ്രസ്സുകൾക്ക് നിങ്ങൾക്ക് തന്നെ റിവാർഡ്സ് കൊടുക്കുക. അതായത് അവനെപ്പോലെ ആവാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുന്നതിനേക്കാളും
ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്തു എന്ന് പറയുന്നത് നിങ്ങളുടെ മടി കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കുളിക്കാൻ പോലും മടിയുള്ള ആൾക്കാരാണെങ്കിൽ ടേക്ക് ബാത്ത് എന്ന് പറഞ്ഞിട്ട് വലുതാക്കി ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചോ. കാരണം അത് ടിക്ക് ചെയ്ത് പോട്ടെ. അതൊക്കെ നിങ്ങളെ മടി കുറയ്ക്കും. എനിക്ക് പേഴ്സണലി അറിയാം, ആസ് എ ഡോക്ടർ ഞാൻ സംസാരിക്കുന്നത്, നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് കുളിക്കാൻ മടിയുള്ള ആൾക്കാർ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും മടി എന്ന് പറഞ്ഞാൽ പഠിക്കാനും ജോലി എടുക്കാനുള്ള മടിയാണെന്ന്. അല്ല, നമ്മുടെ ലൈഫിലത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലും മടിയുള്ള മനുഷ്യന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അത് അവരുടെ ഒരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല, ബിക്കോസ് നമ്മൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലോട്ടൊക്കെ നമ്മൾ എത്തിക്കഴിയും. സോ ഇപ്പോഴും ലേസി ആയിട്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അത് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഡു സംതിങ് എക്സ്ട്രാ, എല്ലാത്തിലും കുറച്ചും കൂടി. ഒരു 2 പേജാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനൊരു 2 പേജ്, ഒരു 2 വരിയും കൂടി എക്സ്ട്രാ വായിച്ചു വയ്ക്കും. സോ നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഇച്ചിരിയും കൂടെ ചെയ്യുമ്പോഴത്തേനും. അതുപോലെ പ്രോപ്പറായിട്ട് ബ്രേക്ക് എടുക്കുക, പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക. ഈ ബ്രേക്ക് ഇല്ലാണ്ട് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാലേ അതുപോലും നമ്മുടെ ലേസിനെസ് കൂട്ടുന്നൊരു കാര്യമാണ്. നമ്മൾ ബേൺ ഔട്ട് ആയി പോകും. പിന്നെ നമുക്ക് ഒത്തിരി കാലത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജായി പോകും. പ്രോപ്പറായിട്ട് ഉറങ്ങുക, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, പ്രോപ്പറായിട്ട് ഫിസിക്കൽ എക്സസൈസസ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലേസിനെസ് നിങ്ങൾക്കൊരു പരിധി വരെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.